ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 50,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഒരു 50,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ, വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടും. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെ OnePlus 12R. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. സൈഡ് പാനൽ അലൂമിനിയവും ബാക്ക് ഗ്ലാസുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. സെൻസർ വന്നിട്ട് നമ്മുടെ സോണിയുടെ IMX890 ആണ്. OIS-ൻ്റെയും EIS-ൻ്റെയും ഒക്കെ സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. EIS-ൻ്റെ സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ EIS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നതാണ് EIS. 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, LPDDR5X, UFS 3.1. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റായ 8GB RAM + 128GB ROM വേരിയൻറ്റിന് 39,999 രൂപയാണ്. 39,999 റുപ്പീസ്. യെസ്, അപ്പോൾ അണ്ടർ 40Kക്കാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടുന്നത്. നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. വിവോയുടെ Vivo X90. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ Full HD+ AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. MediaTek Dimensity 9200 ആൻഡ് പ്രോ ഇമേജിംഗ് V2 ചിപ്സെറ്റ്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമറയെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിപ്സെറ്റാണ്. അപ്പോൾ ഡ്യുവൽ ചിപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ നോക്കാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലാണ്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റും 12 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു വൈഡ് ആംഗിൾ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 മെഗാ പിക്സലാണ്. 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറയിലും 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി വന്നിട്ട് 4810 mAh ബാറ്ററി, 120 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്, 14 പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, LPDDR5, UFS 4.0. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8GB RAM + 256GB ROM വേരിയൻറ്റിന് 50,000 രൂപയാണ്. 50,000-നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്തൊരു iPhone 13 അല്ലെങ്കിൽ iPhone 14 ഏത് വേണോ എടുക്കാം. നമുക്ക് iPhone 13ലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് 60 ഹെർട്സേ തരുന്നുള്ളൂ. ഓക്കെ, 20,000 രൂപയിൽ താഴെയുള്ള സ്മാർട്ട് ഫോൺസിൽ തന്നെ ഉണ്ട് 120 ഹെർട്സ്. പക്ഷേ ഈ ഒരു 90,000-ന് മേലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൽ പോലും അവരിപ്പോൾ 60 ഹെർട്സാണ് തരുന്നത്. വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്പാണ് വരുന്നത്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു അൾട്രാ വൈഡും കിട്ടും. ഇനി സെൽഫി ക്യാമറ വന്നിട്ടും 12 മെഗാ പിക്സലാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ക്യാമറയും 12 മെഗാ പിക്സലാണ് വരുന്നത്. 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടാൻ പോകുന്നത്. 3227 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ടിൻ്റെ ചാർജിങ് ആണ്. IP68, iOS 15, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6GB RAM + 128GB ROM വേരിയൻറ്റിന് 52,999 രൂപയാണ്. 53,000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ പൈസ ചിലവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ iPhone 14ൻ്റെ 6GB RAM + 128GB ROM വേരിയൻറ്റ് നിങ്ങൾക്ക് 56,999 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. 57,000 റുപ്പീസ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റിൽ കൊണ്ടുവരാൻ തോന്നിയ ഒരു സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ വന്നിട്ട് സാംസങ് ഗാലക്സി S23. പിന്നെ വേണമെങ്കിൽ S22 നോക്കാം. അപ്പോൾ നമുക്ക് S23യെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ Full HD+ ഡൈനാമിക് AMOLED ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 48 to 120 ഹെർട്സ് വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ 1750 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ
ഓൾറെഡി നിങ്ങൾക്കും അറിയായിരിക്കും. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആണ് വരുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളും 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 12 മെഗാ പിക്സലാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K അല്ല, 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം വീഡിയോ ക്വാളിറ്റി കിട്ടും. അത്ര തന്നെ. 3900 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. യെസ്, ഫാസ്റ്റ് ചാർജിങ് 25 വാട്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്, 14 IP68 സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അതായത് ഫുൾ പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കൊണ്ടിടാം ഫോൺ, അല്ലെങ്കിൽ ഈ ഡസ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ കൊണ്ട് വയ്ക്കാം. അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X, UFS 3.1. ഈ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 64,999 രൂപയാണ്. യെസ്, 65,000 റുപ്പീസാണ്. എനിക്കറിയാം പ്രൈസ് കൂടി, പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങുന്നതെങ്കിൽ ബൈമോറ അങ്ങനെ എന്തൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 8,000 റുപ്പീസ് വരെ ലാഭിക്കാൻ പറ്റും. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കുത്തി നിറച്ച് 50,000 താഴെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് S22 നോക്കാവുന്നതാണ്. നമ്മുടെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെ 12 ആണ്. യെസ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 120 ഹെഡ്സ് അല്ല, കുറച്ചും കൂടെ കൂടുതലാണ്. പിന്നെ 1400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ് വരുന്നത്. പിന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസൊക്കെ അത് എൻഹാൻസ് ചെയ്ത് തരും. ഓക്കെ. പിന്നെ മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു വൈഡും 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും കൂടെയാണ് വരുന്നത്. സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. ഇവിടെയും 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പൊളപ്പം വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S23 അല്ലെങ്കിൽ iQൻ്റെ iQ12 നോക്കാം. രണ്ടിലും 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി വന്നിട്ട് 5000 mAh ആണ്. 120 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X, UFS 2.2. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റ് 52,999 റുപ്പീസ്, അതായത് 53,000 റുപ്പീസ്. പിന്നെ നിങ്ങൾ ബാങ്ക് ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 50,000 താഴെ വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് 50,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ദ ബൈ.